മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് മാസം 17-ാം തീയതി ശനീശ്വരൻ്റെ ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ രാവിലത്തെ വീഡിയോയിൽ അതിൻ്റെ താഴെ ഒരു മെയിൻ 2 പ്രധാന സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ചോദിച്ചിരിക്കുന്ന ഗുരു ഇല്ലാത്തവരെന്ത് ചെയ്യണമെന്നാണ്. ഒന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഗുരു. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഗുരു. ആത്മാവിനെ കണ്ടെത്തുന്നവരെയാണ് നമ്മുടെ യാത്ര നടക്കുന്നത്. ഒന്ന്, ഇത് രമണ മഹർഷികളും ഇത് പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവിനെ പാദ നമസ്കാരം ചെയ്യാൻ ഗുരുവിൻ്റെ അനുവാദം ആവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഗുരു എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുന്ന ആളുടെ പാദ നമസ്കാരം ചെയ്യാൻ അനുവാദം ആവശ്യമില്ല. അദ്ദേഹം ഒരു ശിഷ്യനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എവിടെ കണ്ടാലും റോട്ടിൽ പോലും കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കണമെന്നുള്ളതാണ്. കാലെ തൊട്ട് തൊഴണം. ഇനി നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ കാലെ തൊട്ട് തൊഴണം. ഇല്ലെങ്കിൽ നമ്മുടെ തല ആ ഗുരുവിന് മുമ്പിൽ കുനിച്ചിരിക്കണം. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദീക്ഷ എടുത്ത പല ഇതിലും ഗുരുക്കന്മാരെ ഞാൻ പബ്ലിക്കായിട്ട് എനിക്ക് നമസ്കരിക്കാൻ ഇതൊന്നുമില്ല. കാര്യം ഇത് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്നൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ പ്രശസ്തനായ ഒരു ഗായകൻ, അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ വെച്ച് അദ്ദേഹത്തിന് സംഗീതം അഭ്യസിപ്പിച്ച ഒരു ഗുരു നടന്നു പോകുന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ തിരുമേനിയുണ്ട്, ആ ഗുരുവിൻ്റെ കൂടെ തിരുമേനിയുണ്ട്. പണ്ട് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ഗുരുവാണ്. പക്ഷേ ഈ ഗായകൻ കാറിലൂടെ പോകുന്നു, പ്രശസ്തനൊന്നും ആയിട്ടില്ല. കാറിലൂടെ പോകുമ്പോൾ ഗുരുവിനെ കണ്ട ഉടനെ തന്നെ കാറ് നിർത്തിച്ച് ഇറങ്ങി വന്ന് കാലിൽ നമസ്കരിച്ചതായിട്ട് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഇത് നടന്നത് ഒരു 60-65 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. മിനിമം 60 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് ഗുരു എന്ന് പറയും. ഗുരു എന്ന് പറയുന്നവരുടെ അവർ തരുന്ന ചില സാന്നിധ്യങ്ങൾ നമ്മളുടെ ജീവിതം മാറും. അത് ഏത് ഗുരുവിൽ നിന്ന്, പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടും. ഒരു ഗുരു മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല കേട്ടോ. പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടും. 2, നമുക്ക് നമ്മളിലേക്ക് കണക്ട് ചെയ്യേണ്ട ദേവതാ സാന്നിധ്യം ഈ ഗുരുവിലൂടെ കണക്ട് ചെയ്യും. അതെനിക്ക് അനുഭവമുണ്ട്. കാര്യം നമ്മൾ വിചാരിക്കും ആ ഗുരു ആ ദേവതയുടെ അവതാരമാണോ എന്നൊക്കെ വിചാരിക്കും. ആയിരിക്കില്ല. ഓരോരുത്തർക്കും കണക്റ്റഡ് ആകേണ്ട ദേവതകളുടെ സാന്നിധ്യം ആ ഒരു ഗുരുവിലൂടെ കണക്റ്റ് ആവും. മനസ്സിലായി? ചിലപ്പോൾ ചില ഗുരുക്കന്മാർ, സത്യസായി ബാബ, ഷിർദി സായി ബാബ, അല്ലെങ്കിൽ മഹാവതാർ ബാബാജി സ്വരൂപത്തിലുണ്ട്. മറ്റ് ഗുരുക്കന്മാരുടെയൊക്കെ ആ ഒരു എനർജി, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശ്രീ രമണ മഹർഷിയൊക്കെ നമ്മൾ ഏത് എനർജിയാണോ കണക്റ്റ് ആയിരിക്കുന്നത് ആ എനർജി നമ്മൾ അചഞ്ചലമായിട്ട് ഭക്തിയുള്ള ഗുരുവിലൂടെ നമ്മളിലേക്ക് കണക്റ്റ് ആവും. ചിലപ്പോൾ ഗുരു പോലും ഇത് അറിയണമെന്നില്ല. ചില കാര്യം അതാണ് അതിൻ്റെ ഒരു രീതി. കൂടുതൽ വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പാദപൂജ ചെയ്യണം. 2, ഗുരുവിനെ ചെയ്യുന്നത് പാദ നമസ്കാരവും പാദപൂജയാണ്. പാദപൂജ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീർത്ഥം, ഗുരുവിൻ്റെ പാദം കഴുകുന്ന ജലം തീർത്ഥമാണ്. അപ്പോൾ ആ തീർത്ഥം നമ്മൾ തീർത്ഥം സേവിക്കണം, തീർത്ഥം വേസ്റ്റ് ആക്കരുത്. ഇതിലൊരു രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുക്കന്മാരും പാദപൂജ ചെയ്യാനായിട്ടോ സേവിക്കാനായിട്ടോ അനുവാദം നൽകുകയില്ല, അറിയുന്ന ആൾക്കാർ. കാര്യം അവരുടെ എനർജി നമ്മളിലേക്ക് കണക്റ്റ് ആവും. ഇത് എത്ര പേർക്ക് ഈ രഹസ്യം അറിയാമെന്നറിയില്ല. അതുകൊണ്ട് അവർ വെള്ളം കയ്യിൽ എടുത്തിട്ട് കാല് തുടയ്ക്കാനേ പറയുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടാണെങ്കിലും തുടയ്ക്കാൻ പറഞ്ഞിട്ട് ആ ജലം ഒരിക്കലും ഭൂമിയിൽ ഒഴിക്കാൻ പാടില്ല. ഗുരുവിന് പാദപൂജ ചെയ്ത ജലം ഭൂമിയിൽ ഒഴിക്കാൻ പാടില്ല. അതുപോലെ മാതാപിതാക്കളുടെ പാദപൂജ ചെയ്ത ജലം വേസ്റ്റിൽ ഒഴിക്കരുത്. നമ്മൾ കുറച്ചെങ്കിലും അവരുടെ എടുത്ത് തീർത്ഥമായിട്ട് സേവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ ഗംഗയിൽ പോയിട്ട് എത്രയോ പേര് മുങ്ങിക്കുളിക്കുന്നതാണ് അല്ലേ, എത്രയധികം ആൾക്കാർ മുങ്ങിക്കുളിക്കുന്നു. അവിടെ ചെന്നിട്ട് ചിലർ ഇത് തീർത്ഥമായിട്ട് എന്തുകൊണ്ട് സേവിക്കുന്നു? ആദ്യം കയ്യിലെടുത്തിട്ട്, എത്ര ഉന്നതനാണെങ്കിലും കയ്യിലെടുത്തിട്ട് അത് ഗംഗാമാതയുടെ ആ തീർത്ഥമായിട്ട് സേവിക്കുന്ന എങ്ങനെ? എത്രയോ പലതരത്തിലുള്ള ആൾക്കാർ, ചിലപ്പോൾ ആദ്യമായിട്ട് അവിടെ വന്ന് കുളിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അവർ രോഗഗ്രസ്തരായിരിക്കാം, പല ശാരീരിക എങ്കിലും അവിടുത്തെ ജലം തീർത്ഥമാണ്. അതുപോലെ ഗുരു, മാതാപിതാക്കൾ, ഇവരുടെ പാദം കഴുകുന്ന ജലം തീർത്ഥമാണ്. അതിന് അതിൻ്റെതായ ദൈവിക സാന്നിധ്യ ജലത്തിലുണ്ട്. നമ്മൾ ആ ശരീരത്തെ കാണരുത്. മനസ്സിലായി? അപ്പോൾ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം അവരുടെ കാല് നന്നായിട്ട് ഇതിൽ കഴുകിയിട്ടായിരിക്കും തീർത്ഥമായിട്ട് എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കണം. ഇതൊന്നും ആർക്കും അറിയാത്തൊരു കാര്യം. അറിയുന്നവർ പരസ്യമായിട്ട് പറയില്ല.
അപ്പം അത് ഈ ഗുരുക്കന്മാരുടെയൊക്കെ അതുകൊണ്ട് ആരും സമ്മതിക്കുകയില്ല കേട്ടോ. അബദ്ധവശാൽ എന്തെങ്കിലും നമുക്ക് ചാൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഈ എനർജി നമ്മളിലേക്ക് കണക്റ്റ് ആവും. അത് ഭയങ്കര പവർഫുള്ളാണ്, മനസ്സിലായി. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ഇതറിയാത്തൊരു പല കമൻറ്റുകളും ഇട്ടിരിക്കും. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇത് സത്യമായിട്ടുള്ള കാര്യം, അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ എനർജി അതുകൊണ്ടാണ് ഈ ഗുരുവിന് പാദപൂജ ചെയ്ത ജലം പ്രോക്ഷണം ചെയ്യും. പ്രോക്ഷണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു തുളസിയോ അല്ലെങ്കിൽ മാവലയോ എന്തെങ്കിലും എടുത്തിട്ട് ശിഷ്യന്മാരുടെ തലയിൽ ഒഴിക്കും, മനസ്സിലായി. അത് താഴെ സ്ഥിതി ചെയ്ത് ഇപ്പം ഞങ്ങൾ കാശിമഠാധിപതി ഇപ്പോൾ ശ്രീമദ് സംയമീന്ദ്ര സ്വാമിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പാദപൂജ ചെയ്താൽ കുറച്ച് വെള്ളമാണ്, കുറച്ച് എന്താണ് നമ്മുടെ ഉദ്ധരണി എന്നുണ്ട്, സ്പൂണെന്നല്ല, വേറെ ആചമനം ചെയ്യുന്ന ഒരു സാധനം ഉദ്ധരണി എന്നാണ് അതിന് പറയുന്നത്. അതെടുത്തിട്ട് ഓരോ ഇതിൽ ഇപ്പോൾ ഞാൻ പാദപൂജ ചെയ്യണം, എൻ്റെ ഭാര്യ വേണം അതെൻ്റെ കയ്യിലൊഴിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് ആ ജലം എടുത്തിട്ട് മാവല വെച്ച് ഞങ്ങളിൽ പ്രോഷണം ചെയ്യും. താഴെ ഇടാൻ പാടില്ല. ഗുരുവിൻ്റെ പാദം കഴുകിയ ജലം താഴെ ഇടാൻ പാടില്ല, മനസ്സിലായി. അത് ഭയങ്കര ഗുരു എന്ന് പറയുന്ന ഈശ്വരനേക്കാളും മുകളിലുള്ളതായത് കാര്യം ഈശ്വരൻ എന്ന് പറയുന്ന എനർജി ഗുരുവിലൂടെ കണക്റ്റ് ആവും നമുക്ക്. ചിലപ്പോൾ ഈ ഗുരു പോലും അറിയണമെന്നില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത് ഗുരു എന്ന് പറയുന്ന തലം വേറെയാണ്. ഗുരുവിന് പാദ നമസ്കാരം ചെയ്യാനായിട്ട് പെർമിഷൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഗുരുവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മളെ ശിഷ്യരായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അദ്ദേഹത്തിന് പാദ നമസ്കാരം ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതാണ് ഗുരുപരമ്പരയുടെ ഇതും അതിൻ്റെ ധാർമ്മിക ബാധ്യതയും നമുക്കുണ്ട്. ഗുരുവിനെ പാദ നമസ്കാരം കണ്ടാൽ പാദ നമസ്കാരം ഇല്ലെങ്കിൽ കാലയെ തൊട്ട് തൊഴുകയെങ്കിലും ചെയ്യേണ്ട ധാർമ്മിക ബാധ്യത നമുക്കുണ്ട്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ അധികം ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ആൾക്കാരെ എല്ലാം വിളിക്കുകയാണ്. ചിലരെ വോയിസ് കോൾ ചെയ്യുന്നു, ചില വീഡിയോ കോൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് കുറേ അധികം പെൻഡിങ് ആവും. ഇനി അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കുകയാണ്. ഇന്നലെ കുറേ അധികം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇനി ആരെയും വിളിക്കാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ചെയ്യുക. പിന്നെ വേറൊന്നും എനിക്ക് പറയാൻ, ഇപ്പോൾ പലരും സാമ്പത്തികം എത്രയാണ് സാറേ കൺസൾട്ടേഷൻ ഫീസ് എന്താണെന്ന് ചോദിക്കും. എനിക്ക് ഒരു സാമ്പത്തിക ഉദ്യമമല്ല ഇത്, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ള അറിവുകൾ ബാക്കിയുള്ളവർക്ക് പകർന്നു നൽകും. ചിലർ ദക്ഷിണ എന്താണ്, ജി പേ എന്താണ്, അപ്പോൾ ഞാൻ പറയും ഇത് തന്നെയാണ് ജി പേ. അത് ഇടുന്നോ ഇടുന്നില്ലേ എന്ന് ഞാൻ നോക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാർമ്മികം, മനസ്സിലായി. അത് ഞാൻ നോക്കുന്നില്ല. പക്ഷേ അയ്യോ സാറ് ഇതിന് ഫീസ് എത്രയാണ്, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആരും കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കരുത്. ദയവ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്താൽ എല്ലാത്തിനും പ്രതിവിധി ഉണ്ടെന്നും ദയവ് ചെയ്ത് വിചാരിക്കരുത്. എനിക്ക് ഗൈഡൻസ് തരാൻ പറ്റും. അതിനകത്ത് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബപരമായിട്ട് ഉള്ള ദേവതകളും പിതൃക്കന്മാരും ആയിരിക്കും. ആ ഒരു കാര്യം അതിൽ ഞാൻ ജസ്റ്റ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നൊരു വ്യക്തി മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് എന്തോ വലിയ സംഭവമാണെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്, പ്ലീസ് കേട്ടോ. പക്ഷേ സാമ്പത്തികം ഇതാണെന്ന് പറഞ്ഞിട്ട് ആരും കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്താണ് ഇതെന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഇത് ചെയ്യാൻ ഞാനിതിൽ നമ്പർ തരാം. എന്നാലാകുന്ന ഗൈഡൻസ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്കൊരു കോള് വന്ന് കടം ചോദിച്ചുകൊണ്ടാണ്. ദയവ് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ, ഞാനൊരു പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ കാണുന്ന ഇത് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ചിലർക്ക് ഞാൻ കുന്നിക്കുരി ജപിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന കറൻസികളിലെ ചിലർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കണമെന്ന് ഇൻഡ്യൂഷൻ കിട്ടിയാൽ കൊടുക്കും. കാര്യം ഒന്നും എൻ്റേതായിട്ടൊന്നുമില്ല. ഇതെല്ലാം വിട്ട് ഈ ശരീരവും വിട്ടിട്ട് ഇവിടെ നിന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിന്ന് ഉച്ചയ്ക്ക് ഉപ്പില്ലാണ്ട് ഭക്ഷണം കഴിക്കണം, അതിനുള്ള സാധനങ്ങൾ കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതുപോലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി കടങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. എന്നെ ഇന്നലെ കോണ്ടാക്ട് ചെയ്ത ഒരാൾ ബാക്കിയുള്ളവരുടെ വേണ്ടിയാണ്. അതൊക്കെ കാർമിക് ഉണ്ടാക്കി വെക്കും കേട്ടോ. ദയവ് ചെയ്ത് അതൊക്കെ വളരെ സൂക്ഷിക്കുക. ഇന്ന് ശനീശ്വരൻ്റെ ദിവസം, ശനി രാഹു കേതു, ഇത് കാർമിക് ഇതിൻ്റെ അനുഭവിക്കേണ്ടതായ കാലങ്ങളാണ് ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും. ആ കാർമികം നമ്മൾ ചെയ്യുമ്പോഴൊന്നും അറിയില്ല, അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എപ്പോൾ ഞാൻ ചെയ്തിട്ടാണ് ദൈവമേ ഞാനിങ്ങനെ അനുഭവിക്കുന്നതൊക്കെ എന്ന് തോന്നും. 2, ഇത് ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. കാർമികങ്ങൾ, ബ്ലാക്ക് മാജിക് എല്ലാം ആദ്യം ബാധിക്കുന്ന മനസ്സിനെയാണ്. അപ്പോൾ ഇപ്പോൾ മന്ദൻ, ഈ ശനീനെ മന്ദൻ എന്നാണ് പറയണത്. ഈ ശനിയുടെ മന്ദൻ എന്ന് പറയുമ്പോൾ മനസ്സിന് മന്ദത വരും എന്നാണ് പറയുന്നത്, മനസ്സിലായി. പക്ഷേ ഈ ശനീശ്വരൻ്റെ ആ വ്രതമൊന്നുമില്ല, ഒരു നല്ല നടപ്പ്, അല്ലാണ്ട് വലിയ അതിന് കൂടുതൽ ഡെക്കറേഷനും ആഡംബരവും ഒന്നും വേണ്ട. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളിൽ മാറ്റം വരും. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത തലമായിരിക്കും, പക്ഷേ കുറച്ചെങ്കിലും പോസിറ്റീവ് ആകും. അതൊരു സത്യമായ കാര്യമാണ്. അത് പലർക്കും അനുഭവമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. കാര്യം കുറേ അധികം
അതിൽ വേറൊരു ഇതെന്താ വെച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് മാജിക് ഒന്ന് എന്തുകൊണ്ട് ഈ ആധുനിക യുഗത്തിലും ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഡാറ്റയിൽ വൈറസ് കയറ്റുന്നു എന്ന് പറയുന്ന പോലെയാണ് ഒരു ഇതിനകത്ത് ഇപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്ത് എനർജി കയറ്റുന്നത്. വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് ആചരിച്ച് വന്ന ദേവതകൾ അവരെ ആചരിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബാധയായിട്ട് മാറിയ അനുഭവം. ദേവതകളല്ല, ദേവതകളുടെ ഭൂതഗണങ്ങൾ ബാധയായിട്ട് മാറിയ അനുഭവമുണ്ട്. അതുമൊക്കെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഇത് വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല, നമുക്കത് അതിൻ്റെ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹവും ഉപാസനമൂർത്തികളുടെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ കിട്ടണത് കേട്ടോ. അത് വിചാരിക്കുക, എല്ലാവരുടെയും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പലരെയും ഞാൻ നേരിട്ട് അപ്പം തന്നെ വിളിക്കുകയും അല്ലെങ്കിൽ സാധിക്കുന്നവരെ വീഡിയോ കോൾ തന്നെ നേരിട്ട് നോക്കിയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാര്യം അത് ചെയ്യുന്ന താല്പര്യമുള്ളവരെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സാമ്പത്തിക ഒരു ഘടകമല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അദ്ദേഹം വിളിച്ചാൽ ഇത്ര രൂപ ഫീസാണ്, എന്താണ് വീഡിയോ കോൾ ചെയ്താൽ അതിന് ഇത്ര രൂപ ഫീസാണ്. ബ്ലെസ്സിങ്ങിൽ അതും ബ്ലെസ്സിങ് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും കണ്ണടച്ച് ഞാൻ ബ്ലെസ് ചെയ്താൽ നിങ്ങളുടെ യഥാശക്തി അയക്കാൻ പറ്റിയെങ്കിൽ മാത്രം അയക്കുക. പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് മരുന്ന് വാങ്ങിക്കാനോ റേഷൻ വാങ്ങിക്കാനോ കുട്ടികളുടെ ഫീസിനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ച തുക ദയവ് ചെയ്ത് തരരുത്. അത് ഒന്നുകൂടി എനിക്ക് കാർമ്മികം ഉണ്ടാകും കേട്ടോ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അത് ഈ കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിനെ അറിയിക്കാനും അതിൻ്റെ പുണ്യം ആർജിക്കാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതവും ഗുരുപരമ്പരകളുടെ അനുഗ്രഹവും ഉപാസനാമൂർത്തികളുടെ കാരുണ്യവും കൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും എന്തെങ്കിലും പ്രതിവിധികൾ, എന്തെങ്കിലും നന്മകൾ ഓരോരുത്തർക്കും ഉണ്ടായാൽ അത് അവരുടെ മാത്രം ഉപാസനകളും അവർ ചെയ്ത പ്രവർത്തികളുടെയും ഫലമാണ്. ഞാൻ അതിന് തീർത്തൊരു മെൻറ്റർ മാത്രമാണ് കേട്ടോ. അപ്പോൾ ചെല്ലു പറയും, കണ്ടാൽ അച്ഛനെപ്പോലെ തോന്നുന്നു, ഇതാണ് ഇത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അച്ഛനായിട്ടുള്ള സ്നേഹം വേണ്ട, ചേട്ടനായിട്ടുള്ള സ്നേഹം വേണ്ട, അമ്മാവനായിട്ടുള്ള സ്നേഹം വേണ്ട. നമ്മളൊരു ബസ്സിൽ കയറുന്നല്ലേ, അല്ലെങ്കിൽ ട്രെയിനിൽ കയറുന്ന, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നു. ബസ്സിൽ കണ്ടക്ടറെ കണ്ടു, ട്രെയിനിൽ TTRനെ കണ്ടു, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആൾക്കാരെ കണ്ടു, ഫ്ലൈറ്റിൽ പോകുമ്പോൾ എയർ ഹോസ്റ്റ് അവരെയൊക്കെ കണ്ടു. അത് ആ സമയത്ത് നമ്മുടെ സഹായികളായിരുന്നു. ആ രീതിയിൽ മതി. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആരും ചെയ്യേണ്ട കാര്യമില്ല. ഞാനും ചെയ്യുന്നില്ല. കോണ്ടാക്ട് ചെയ്യുന്നവർ ഇത് ചെയ്യുന്നു. പിന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരോട് ഒരു മമതയുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും വിചാരിക്കരുത്. ഈ ലോകം അങ്ങനെയാണ്, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം, പോസിറ്റീവായിട്ട് മാറണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ജന്മലക്ഷ്യം. അങ്ങനെ എൻ്റെ ആത്മാനാത്മാനം എന്നുള്ള രീതിയിൽ എൻ്റെ ആത്മതലം ഉയർത്തുക. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു മാസ്റ്റർ സോളാകാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ സ്വാർത്ഥത. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം ഉണ്ടാകുവാനും, കുട്ടികൾ നല്ല അച്ചടക്കത്തോടെ നല്ല രീതിയിൽ പഠിച്ച് അവർ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച് അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുമാനം ലഭിക്കുന്ന ജോലി അവർക്ക് ലഭിക്കുവാനും, അതോടൊപ്പം തന്നെ ഓരോ കുലത്തിൻ്റെയും സംസ്കാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും, ഓരോരുത്തർക്കും ഏത് സമയത്തും അവരുടെ ഭാവിയും ജീവിതവും സുരക്ഷിതമാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം, സമൃദ്ധി എന്നിവ ഉണ്ടാകാനും, എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഗുരുപരമ്പരകൾ, ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സദാ സർവദാ സർവത്ര തനമനധന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുവാനും, അത് ദൈവീകമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന്, ആദിപരാശക്തിയിൽ നിന്ന്, 33 ദേവതകളിൽ നിന്ന്, ഗുരുപരമ്പരകളിൽ നിന്ന്, ഉപാസനാമൂർത്തികളിൽ നിന്ന് അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായിട്ടും പൂർണ്ണ ആരോഗ്യമായിട്ടും ദീർഘായുസ്സായിട്ടും സമാധാനമായും സന്തോഷമായും കുടുംബത്തിലെ ഐക്യമത്യമായും കുട്ടികൾക്ക് നല്ല ഭാവിയായിട്ടും അത് നമ്മളിലേക്ക് വന്നു ചേരാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൾ.